ആനന്ദയേവ വിജയതേ അഹിംസൈവ പരമോ ധർമ്മഃ. ആനന്ദാദർശം അധ്യായം 1. ഈശ്വര ദർശനം 1. ആലോചനേ മനഃശക്തിർഭവതേ മഹതീ യതഃ ആലോകിതും ഗുണാൻ ദോഷാൻ കേ ലോകേർഹസ്തയാ വിനാ. സാരം: ഹേ ആലോചനെ, മനഃശക്തിയായ നീ മഹതിയാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഗുണങ്ങളെയും ദോഷങ്ങളെയും കണ്ടുപിടിപ്പാൻ നിന്നോട് കൂടാതെ ലോകത്തിൽ യോഗ്യന്മാരായവർ ആരുമില്ല. 2. ആലോചനേ ത്വയാ യുക്തോ മുക്തശക്തസുഖീ മഹാൻ ത്വയാ ഹീനാ ജനാദീനാ അഭിജ്ഞാനധനാധിപാഃ. സാരം: ഹേ ആലോചനെ, നിന്നോടുകൂടിയവൻ യുക്തൻ, മുക്തൻ, ശക്തൻ, സുഖി, മഹാൻ. മഹാവിദ്വാൻമാരായാലും മഹാധനികന്മാരായാലും ആലോചനയില്ലാത്തവർ ദീനന്മാർ. മതിയായ ആലോചനയാണ് മർത്യന്മാർക്ക് മഹാപദവിക്കും ആലോചനയുടെ പോരായ്മയാണ് അധപ്പതന ദുഃഖങ്ങൾക്കും കാരണമെന്ന് എൻ്റെ സിദ്ധാനുഭൂതി മോക്ഷപ്രദീപ ഗ്രന്ഥങ്ങളിൽ വിസ്തരിച്ചിട്ടുണ്ട്. ഇതിലും വിസ്തരിക്കുന്നുമുണ്ട്. എങ്കിലും പൂർവരംഗപ്രായമായി തോടയമായി അല്പമെന്ന് പറയാം. ഒരു കുടുംബം പോലെ ഏകയോഗക്ഷേമത്തിലിരിക്കേണ്ട ലോകം മുഴുവൻ മതനിമിത്തം അനാദിയായ കാലമായി മത്സരിക്കുന്നു. ആലോചിച്ചാൽ ലോകത്തിൻ്റെ ഐകമത്യ സുഖത്തെയും ആത്മീയ സുഖത്തെയും കെടുക്കുന്ന വിഷമവിഷം മതമത്സരം പോലെ മറ്റൊന്നുമില്ലെന്നും കാര്യമൊന്നുമില്ലാതെ വെറുതെയാണ് മത്സരമെന്നും അറിയാം. സകല മർത്യന്മാരും ദുഃഖത്തിൽ നിന്ന് മോചിക്കണമെന്നും ആനന്ദം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയവരാകുന്നു. ആ ആഗ്രഹത്തിന് വിരോധമല്ലയോ മതം നിമിത്തം മത്സരിച്ച് കലഹിച്ച് ദുഃഖിക്കുന്നത്? ഹേ മർത്യന്മാരെ, അവനവൻ്റെ ആഗ്രഹത്തിന് വിരോധമായി പ്രവർത്തിക്കുന്നത് ആലോചന പോരായ്മ കൊണ്ടല്ലയോ? സൂര്യനെ കാണണമെങ്കിൽ ഹിന്ദുമതത്തിലോ ക്രിസ്തുമതത്തിലോ മറ്റുള്ള മതത്തിലോ ചേരേണമോ? ഈശ്വര വിഗ്രഹാരാധനാദി കർമ്മങ്ങൾ ചെയ്യണമോ? ആഹാരം കഴിച്ചാലും വെള്ളം കുടിച്ചാലും വിശപ്പും ദാഹവും കൊണ്ടുള്ള ദുഃഖം ശമിപ്പാൻ ഇതര മതങ്ങളിൽ ചേരേണമോ? ഈശ്വര പ്രാർത്ഥന ചെയ്യണമോ? വിഷയസുഖം അനുഭവിപ്പാൻ മുഹമ്മദ് മതത്തിലോ ബുദ്ധമതത്തിലോ ആര്യമതത്തിലോ മറ്റു വല്ല മതങ്ങളിലുമോ ചേരണമോ? വേണ്ട വേണ്ട. ആ പ്രകാരം ദുഃഖം നീങ്ങി നിജാനന്ദം അനുഭവിപ്പാനും ഒരു മതത്തിലും ചേരേണ്ട. തൻ്റെ മനസ്സിനെ മാത്രം തന്നിൽ നിർത്തിയാൽ മതി. സൂര്യനെ കാണുവാൻ കണ്ണിനെ ആകാശത്തിൽ വെച്ചാൽ മതി. വാസ്തവം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹിന്ദുക്കൾ ഞാൻ ഉത്കൃഷ്ടജാതി, നീ നികൃഷ്ടജാതി എന്നിങ്ങനെ അനേകായിരം കാലമായി നാനാ ജാതിഭേദം നിമിത്തം മത്സരിച്ച് ദുഃഖിക്കുന്നത് പോലെ ഞാൻ ഹിന്ദു, ഞാൻ ക്രിസ്ത്യൻ, ഞാൻ ബൗദ്ധൻ, എൻ്റെ മതം ഉത്കൃഷ്ടം, നിന്റെ മതം നികൃഷ്ടമെന്ന് വാദിച്ച് കലഹിക്കുന്നതും ഒരു മതം വിട്ട് മറ്റൊരു മതത്തിൽ ചേരാൻ ഭാവിക്കുകയോ മറ്റു പുസ്തകങ്ങളെ സ്നേഹപൂർവ്വം വായിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് പലവിധത്തിൽ ഉപദ്രവിച്ച് ഇരു കക്ഷികളും ദുഃഖത്തിൽ ചാടുന്നതും ആനന്ദം വേണമെന്ന് ആഗ്രഹിക്കുന്ന സർവമർത്യന്മാരുടെയും ആഗ്രഹത്തിന് വിരോധമല്ലയോ? ആനന്ദത്തിന് മത്സരിച്ച് ദുഃഖിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ അവരവൻ്റെ ആന്തരമായ ആനന്ദാഗ്രഹത്തിന് വിരോധം പ്രവർത്തിക്കുന്നത് ആലോചനക്കുറവ് കൊണ്ടല്ലേ, അല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? സൂര്യനെ കാണുവാൻ കണ്ണിനെ നന്നാക്കിയാൽ മതി, മറ്റു മതത്തിൽ ചേരേണ്ട. കണ്ണിനെ നന്നാക്കിയിട്ടില്ലെങ്കിൽ ഏതു മതത്തിൽ ചേർന്നാലും സൂര്യനെ കാണുകയില്ലെന്ന് അറിയുന്നത് പോലെ മതിയായ ആലോചന ചെയ്യുമ്പോൾ എല്ലാവരും ഒരേ ആനന്ദമതക്കാരാകുന്നുവെന്നും ആ ആനന്ദമതം തന്നിലുണ്ടെന്നും അറിഞ്ഞ് അനുഭവിപ്പാൻ മനസ്സ് മാത്രം മതി. മറ്റൊരു മതവും വേണ്ട എന്നറിഞ്ഞ് ആനന്ദിപ്പാൻ സംഗതി വരും. അതിന് സംഗതി വരാതെ നാനാ മതഭ്രാന്തിയാൽ മത്സരിച്ച് ദുഃഖിക്കുന്നത് ആലോചന പോരാത്ത ദോഷം തന്നെ. 2. മലയാളത്തിൽ ഇക്കാലത്ത് ശൂദ്രാദികൾ ക്ഷേത്രം കെട്ടി പ്രതിഷ്ഠിപ്പാനും ബ്രാഹ്മണരെ പോലെ പൂണുകൾ ധരിപ്പാനും വിഗ്രഹാരാധനാദി കർമ്മങ്ങളെ ചെയ്യുവാൻ തുടങ്ങിയിരിക്കുന്നു. ഒന്നാലോചിച്ചാൽ ബ്രാഹ്മണാചാരത്തെ പിന്തുടരുവാൻ അവകാശമുണ്ടോ? ബ്രാഹ്മണർക്ക് അവരുടെ ആചാരം കൊണ്ട് സിദ്ധിച്ചത് പരമാർത്ഥ ജ്ഞാനമല്ല. തങ്ങൾ ഉത്കൃഷ്ടജാതികളാണെന്നും മറ്റുള്ളവർ നികൃഷ്ടജാതികളാകുന്നു എന്നുമുള്ള മഹാഭേദദൃഷ്ടിയും അഭിമാനവുമാകുന്നു. അതുകൊണ്ടാണ് ശൂദ്രരെ തൊട്ടാൽ കുളിക്കണം, അതിലും താഴ്ന്നവർ കരികിൽ ഇടണവൻ കൂടി പാടില്ല,
അണഞ്ഞാൽ കുളിക്കണമെന്ന് പറഞ്ഞ് ആട്ടി ഒട്ടിക്കുന്നതും ശൂദ്രാദി സ്പർശനെ സ്നാനം കൂരിയാൽ ഇത്യാദി പ്രമാണങ്ങളെ അവർ ഉണ്ടാക്കിയിട്ടുള്ളതും. ഈ സ്ഥിതിയെ ഒന്നാലോചിച്ചാൽ ബ്രാഹ്മണ വേഷ ആചാരങ്ങളിൽ ശൂദ്രാദികൾക്ക് മോഹിപ്പാൻ അവകാശമുണ്ടോ? ബ്രാഹ്മണരാൽ അധകൃതന്മാരായ നായന്മാർ, ഈഴവർ, തട്ടാൻ, ആചാര്യകൾ മുതലായ വർഗക്കാർ ബ്രാഹ്മണരെ പോലെ കാട്ടിക്കൂട്ടുന്നതാണ് ഊർധ്വഗതിക്കുള്ള ഉപായമെന്ന് കരുതി പുതിയ പുതിയ ക്ഷേത്രങ്ങൾ കെട്ടി പൂണുനൂലിട്ട് ബിംബാരാധനാദി കർമ്മങ്ങളെ ചെയ്യുന്നു. ഇക്കൂട്ടർ ബ്രാഹ്മണർ സ്വാർത്ഥ പ്രതിപത്തിയെ മാത്രം നോക്കി നമ്മെ നികഷ്ടജാതികളാക്കി നീക്കി നിർത്തി ദ്വേഷിക്കുന്ന നിർദ്ദയന്മാരാകുന്നു, സമദൃഷ്ടി ലേശമില്ലാത്ത ഭേദദൃഷ്ടികളാകുന്നു എന്നും മറ്റും പത്രങ്ങളിലും പല സ്ഥലങ്ങളിലും ബ്രാഹ്മണരെ വെറുത്ത് ദുഷിക്കുന്നതുമുണ്ട്. അതിനു പുറമെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ജ്ഞാനികളെപ്പോലെ ഘോഷിക്കുന്നതുമുണ്ട്. ഇങ്ങനെ ഘോഷിച്ചും കൊണ്ട് ബ്രാഹ്മണരെ ദുഷിക്കുന്ന അധകൃത വർഗക്കാർ ബ്രാഹ്മണാചാരങ്ങളെ അനുസരിച്ച് നടക്കുവാൻ ആരംഭിച്ചത് ആലോചന പോരായ്മ കൊണ്ടാകുന്നു അല്ലയോ? ഹേ ശൂദ്രാദികളെ, ഇക്കാലത്ത് ബ്രാഹ്മണരെ ദുഷിക്കുന്ന നിങ്ങൾ ബ്രാഹ്മണരുടെ വേഷം കെട്ടി നിലയുന്നത് ശരിയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നിങ്ങൾ ഘോഷിക്കുന്നതിൻ്റെ അർത്ഥം ബ്രാഹ്മണ ജാതി, ബ്രാഹ്മണ മതം, ബ്രാഹ്മണ ദൈവം എന്നാണോ? ബ്രാഹ്മണ വേഷം കെട്ടി പ്രതിഷ്ഠിച്ച് മന്ത്രതന്ത്രാദികൾ കൊണ്ട് പല ദേവന്മാരെ പൂജിക്കുന്ന നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അങ്ങനെയാണെന്ന് തെളിയുന്നുവല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറവാൻ ആർക്ക് കഴിയാത്തത് എന്ന് ഇതര മതക്കാർ ചോദിച്ചാൽ എന്താ ഉത്തരം പറവാനുള്ളത്? മുസൽമാന്മാരും ബൗദ്ധന്മാരും ക്രിസ്ത്യന്മാരും ഹിന്ദുമതജ്ഞാനികളും മറ്റും ജാതിഭേദത്തെയും വിഗ്രഹാരാധനാദി കർമ്മങ്ങളെയും നിന്ദിച്ച് നിഷേധിച്ചിരിക്കുന്നു. വിശേഷിച്ച് ഞാൻ ലോകം മുഴുവനും ഒരു ആനന്ദ ജാതിമതക്കാരാകുന്നത് തെളിയിച്ചുകൊണ്ട് ജാതിഭേദങ്ങളെയും മനുഷ്യ മതത്തെയും അതിൽപ്പെട്ട വിഗ്രഹാരാധന പ്രാർത്ഥനാദി കർമ്മങ്ങളെയും ഖണ്ഡിച്ചിരിക്കുന്നു. ആനന്ദ ജാതിമതക്കാരായ നമ്മെ സർവന്മാരെയും മനുഷ്യജാതിമതക്കാർ എന്ന് പറയുന്നത് തന്നെ ആഭാസമാണ്. മാണിക്യത്തെ മണ്ണാങ്കട്ട എന്ന് പറയുന്നത് പോലെയാകുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ് ബ്രാഹ്മണരെ ദുഷിക്കുന്ന കൂട്ടക്കാർ ബ്രാഹ്മണരെ അനുസരിച്ച് ക്ഷേത്രബിംബ ആരാധനാദി കർമ്മങ്ങൾക്ക് പുറപ്പെട്ടത് ആലോചന പോരായ്മയുടെയും അവയുടെ അന്ധവിശ്വാസത്തെയും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതും. 3. വലിയ വലിയ ക്ഷേത്രങ്ങളിൽ കള്ളന്മാർ കടന്ന് ഈശ്വര വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുന്നു, ദേവസ്വത്തെ മോഷ്ടിക്കുന്നു, തീവച്ച് ദേവാലയങ്ങളെ അമ്പലങ്ങളെ ഭസ്മമാക്കുകയും ചെയ്യുന്നു. ഒരു ഉറുമ്പോ കൊതുവോ ചെയ്യുന്ന ഉപദ്രവത്തോളം കൂടി ദൈവത്തിന് കള്ളന്മാരെ നേരെ കാണിപ്പാൻ കഴിയുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കുറ്റം തുമ്പുണ്ടാക്കി കള്ളന്മാരെ ശിക്ഷിക്കുന്നത് കൊണ്ടാണ് ഹിന്ദുക്കളുടെ ഈശ്വരനും ഈശ്വരിയും ദേവന്മാരും കഠിന കഷ്ടത്തിൽപ്പെട്ട് അപ്പടി അമ്പിപ്പോകാതെ കാലം കഴിച്ചു കൂട്ടുന്നത്. ഈ സംഗതിയെ ഒന്ന് ആലോചിച്ചാലും അധകൃത വർഗക്കാർക്ക് ബ്രാഹ്മണ വേഷാചാരങ്ങളിൽ പ്രയോഗിക്കാൻ അവകാശമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അമ്പലങ്ങളെപ്പോലെ അജ്ഞാനശാലകൾ മറ്റൊന്നുമില്ലെന്ന് നാം വിഗ്രഹാരാധനാ ഖണ്ഡനത്തിൽ വിസ്തരിച്ച് തെളിയിച്ചിട്ടുണ്ട്. 4. വ്യാധി, ദാരിദ്ര്യം, അകാലമരണം, അതിവൃഷ്ടി, അനാവൃഷ്ടി, ഭൂകമ്പം, കൊടുങ്കാറ്റ്, അഗ്നിപർവ്വത സ്ഫോടനം, പരസ്പര ഹിംസ, അനാഥ പ്രാണിഹിംസ മുതലായവയാൽ സങ്കട സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങി വലഞ്ഞ മനുഷ്യർ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും വൈല്യപ്രാണികൾ കൈകാലുകൾ പിടച്ച് തുടിച്ച് ആർത്തനാദം പുറപ്പെടുവിച്ചിട്ടും ഒരു നിവൃത്തിയും കിട്ടാതെ അന്നും ഇന്നും നശിക്കുന്ന ലോകപ്രകൃതിയെയും വിശേഷിച്ച് യേശുക്രിസ്തു മുതലായ മഹാഭക്തന്മാർക്ക് നേരിട്ട സങ്കടാവസ്ഥയെയും ഒന്നാലോചിച്ചാൽ ഭയഭക്ത വാത്സല്യാദി ഗുണഗണനിധിയായി ഒരു ദൈവമുണ്ടെന്ന് വഹിപ്പാൻ അവകാശമുണ്ടോ? 5. ജാതിഭേദവും മതഭേദവും മനുഷ്യകൽപ്പിതമാണ്, സഹജമല്ല, ഇല്ലാത്തതാണ് എന്ന ഒരു ജ്ഞാനം കൂടി ഭക്തന്മാർക്ക് കൊടുക്കാത്ത ഈശ്വരൻ സർവ്വസമ്പത്തിനെയും ആത്മജ്ഞാനത്തിനെയും കൊടുത്തിട്ടുണ്ട് എന്ന പ്രമാണികളെയും പിന്തുടർന്ന് അന്ധവിശ്വാസ കൂപത്തിൽ പതിച്ച് ദുഃഖിപ്പാൻ അവകാശമുണ്ടോ? ഇല്ല ഇല്ല. സർവ്വവിധ പതനവും ആലോചന പുരാത്തത് കൊണ്ടാകുന്നു. മതവിശ്വാസികളുടെ കൊട്ടിനും താളത്തിനും കാഴ്ചദ്രവ്യത്തിനും പ്രാർത്ഥനയ്ക്കും പായസാദി പദാർത്ഥങ്ങൾക്കും അനുസരിച്ച് കളിക്കുന്ന വികാരിയല്ല ദൈവം, നിർഗുണനാണെന്ന് നമ്മുടെ ആനന്ദ വിമാനത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഇതിൽ തെളിയിക്കുന്നതുണ്ട്. 6. ദുഃഖത്തെ ആരും ആഗ്രഹിക്കുന്നില്ല, മുക്തിയെ, ദുഃഖമില്ലാത്ത പദവിയെയാണ് ആഗ്രഹിക്കുന്നത്. ആ സ്ഥിതിക്ക് എന്തിന് ദുഃഖത്തെ പൊത്തിപ്പിടിക്കുന്നു? ഇല്ലാത്ത മതഭേദത്താലും ജാതിഭേദത്താലും മത്സരിച്ച് കലഹിക്കുന്നത് ദുഃഖം തന്നെ. സന്യസിച്ച് ഭിക്ഷയെടുക്കുക, വ്രതപ്പറ്റെടുക്കുക, വിഗ്രഹാരാധന ചെയ്യുക ഇത്യാദികളായ മതോക്ത കർമ്മങ്ങളും ദുഃഖങ്ങൾ തന്നെ. മുക്തി എന്ന വാക്കിന്റെ അർത്ഥത്തെ ആലോചിക്കുമ്പോൾ തന്നെ മതഭേദാദി കലഹ ദുഃഖകർമ്മങ്ങൾ ദൂരെ ത്യജിക്കേണ്ടതായിരിക്കുന്നു. ആലോചിക്കാത്തത് കൊണ്ട് ത്യജിക്കാത്തതാകുന്നു. നമ്മുടെ ജ്ഞാനക്കുമ്മി. ആലോചന മഹാബന്ധു പാർത്താൽ ആലോചിക്കാത്തവൻ പെട്ടുപോകും,
മാലകന്നിടാനും സർവം സിദ്ധിപ്പാനും മൂലമാലോചന ജ്ഞാനപ്പെണ്ണെ. നമ്മുടെ ആനന്ദക്കുമ്മി. മതദോഷം മത്സരമുണ്ടാക്കുന്നു, മതദോഷം തെല്ലിച്ചു കൊല്ലിക്കുന്നു. മതത്വമറിയാത്ത വിദ്വാൻമാർ മുക്തിക്ക് മഹത്വം ശത്രു ജ്ഞാനപ്പെണ്ണെ. മതത്തീയിൽ മോഹിച്ചു മർത്യസംഘം പതിച്ചു മരിക്കുന്നു പാറ്റ പോലെ. അത് നിർത്തൽ ചെയ്യുവാൻ മമ ഗ്രന്ഥങ്ങൾ പോലെ മഹാരാജന്മാരില്ല ജ്ഞാനപ്പെണ്ണേ.